Hello, Hello, welcome to Ayesha's Kitchen. ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ വ്ളോഗിലേക്ക് പോവാം. ഞാൻ മുമ്പത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എളാപ്പയുടെ മോളൊരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് ഓഗസ്റ്റ് 17 അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് എല്ലാവരും. കുറച്ച് ദിവസമായിട്ട് എനിക്കും മക്കൾക്കൊക്കെ പനിയും ചുമക്കതായിരുന്നു. അപ്പോൾ പനിയൊക്കെ മാറി, ചുമൊന്നും മാറിയിട്ടില്ല. നല്ല റെസ്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എളാപ്പയുടെ മോളെ ഫംഗ്ഷൻ അല്ലേ, ഒഴിച്ചുവിടാനാവാത്തൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പോകുന്നതും. ശരിക്കും എളാപ്പയുടെ വീട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. പക്ഷേ മഴയൊക്കെ കാരണം വീട്ടിൽ വെച്ചിട്ട് നടത്താൻ പറ്റുന്നുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് കൂട്ടായി അഴിമുഖത്ത് വെച്ചിട്ടുള്ള സീസോൺ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ചെറിയൊരു ഫംഗ്ഷനാണ്, എൻഗേജ്മെൻ്റ് ഒന്നല്ല. എൻഗേജ്മെൻറ്റിന് മുമ്പുള്ള ഒരു പെണ്ണ് കാണൽ പോലത്തെ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇതാണ് സീസോൺ ഓഡിറ്റോറിയം. അഴിമുഖത്താണ്, കൂട്ടായി അഴിമുഖത്താണ് ഈ ഓഡിറ്റോറിയം ഉള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ എലീമ, ഇവരുടെ മോളുടെയാണ് ഫംഗ്ഷൻ. ഇതാണ് മോള്, റമീഷ ബാനു എന്നാണ് പേര്. ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു ഫംഗ്ഷനാണ്, വീട്ടുകാർ മാത്രമുള്ളൊരു ഫംഗ്ഷനാണ്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ എളാപ്പാരും എളീമമാരും അമ്മായികളും അവരുടെ മക്കളും പേരമക്കളും ഒക്കെ കൂടിയിട്ടുള്ളൊരു ഫംഗ്ഷൻ മാത്രമാണ്. അപ്പം അവർ മാത്രമേ ഉള്ളൂ ഈ ഒരു ഫംഗ്ഷന്. ഇതൊക്കെ എൻ്റെ കസിൻസാണ്. പിന്നെ ഇതിൽ എൻ്റെ ഉപ്പാൻ്റെ തൊട്ടടുത്തുള്ളത് എൻ്റെ ഉപ്പാൻ്റെ ചെറിയ പെങ്ങളാണ്. അപ്പോൾ ഇവരാണ് എന്നെ ആദ്യമായിട്ട് പുഡിങ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്. ഞാൻ മുമ്പത്തെ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ പുഡിങ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചൊരു അമ്മായി ഉണ്ടെന്നൊക്കെ. അപ്പോൾ ഇതാണ് ആ അമ്മായി. പിന്നെ ഇതൊക്കെ എൻ്റെ കസിൻസാണ്, കസിൻസും അവരുടെ മക്കളുമാണ്. പിന്നെ ഇത് എൻ്റെ ഉപ്പായുടെ അനിയൻ്റെ ഭാര്യ, അതായത് എൻ്റെ എളിയമ്മയാണ്. ഞങ്ങളുടെ വീട്ടിലെ മറ്റൊരു പാചകറാണിയാണ്. എനിക്ക് കുക്കിംഗ് ഒന്നും ഒട്ടും അറിയാത്ത സമയത്ത് ഇവരുടെ റെസിപ്പീസൊക്കെ ആയിരുന്നു ഞാൻ ബ്ലോഗിലൊക്കെ ഷെയർ ചെയ്തിരുന്നത്. ഇത് എൻ്റെ വേറൊരു എളാപ്പയാണ്. എല്ലാ എളാപ്പന്മാരും ഒരുമിച്ച് കിട്ടിയില്ല. മെഹബൂബ് എന്നാണ് പേര്. അപ്പോൾ ഇതാണ് എൻ്റെ 6 എളീമമാർ. ഒരാൾ മണവാട്ടിയുടെ ഉമ്മയാണ്, അവരിപ്പോൾ ബിസി ആയതുകൊണ്ട് വീഡിയോയിൽ കിട്ടിയില്ല. ഇത് എൻ്റെ വേറൊരു അമ്മായിയാണ്. ഈ അമ്മായിയുടെ ഫേസ് കട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് എല്ലാവരും പറയാറുണ്ട്. ഇത് എൻ്റെ ഏറ്റവും ചെറിയ എളാപ്പയാണ്. ആ കാണുന്നത് വേറൊരു എളാപ്പയും എളയമ്മയാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കിട്ടുന്നില്ല, എല്ലാവരും നല്ല ബിസിയാണ്. ഇതാണ് കേട്ടോ മണവാട്ടിയുടെ ഉപ്പ. ഈ എളാപ്പയുടെ മോളുടെയാണ് ഫംഗ്ഷൻ. ഇതാണ് കേട്ടോ ഈ വൈറ്റ് ഷർട്ട് ഉള്ളതാണ് എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ്, ഫാസിൽ എന്നാണ് പേര്. മുമ്പത്തെ വ്ളോഗിലൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. തൊട്ടടുത്തുള്ളത് എൻ്റെ അനിയത്തിയാണ്. പിന്നെ ഓഡിറ്റോറിയത്തിനെ പറ്റിയിട്ട് പറയാൻ വിട്ടുപോയി. എനിക്ക് ഓഡിറ്റോറിയം കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നല്ല സീ വ്യൂ, റിവർ വ്യൂ ഒക്കെ ഉള്ള നല്ലൊരു ഓഡിറ്റോറിയമാണ്. ഇങ്ങനെ ചെറിയ ചെറിയ ഫങ്ഷൻസ് ഒക്കെ നടത്താൻ പറ്റുന്ന നല്ലൊരു ഓഡിറ്റോറിയമാണ്. എനിക്കിത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല.
പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് നിൽക്കുന്നതിലും കൂടുതലായിട്ട് നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് ഇഷ്ടം തോന്നുക പുറത്ത് നിന്നിട്ട് കാഴ്ചകളൊക്കെ കാണാനായിരിക്കും. ഇത്രയും നേരം നമ്മൾ വന്നിട്ട് പുറത്ത് നിന്നിട്ടാണ് വീഡിയോസ് എടുത്തതും ഫോട്ടോസ് എടുത്തതും എല്ലാവരും സംസാരിച്ചതൊക്കെ. അകത്തേക്ക് ഇതുവരെ കയറിയിട്ടില്ല. ഇതാണ് കേട്ടോ എൻ്റെ 3 അമ്മായികൾ. ശരിക്കും നമ്മൾ വീട്ടുകാരെയൊക്കെ കാണുമ്പോൾ നമ്മൾ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മറന്നു പോകും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം റീനും റോസിനൊന്നും ഒട്ടും വയ്യാണ്ടായി, നല്ല റെസ്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ മക്കൾക്ക് വയ്യാണ്ടായാൽ പിന്നെ നമുക്ക് ഉള്ള മൂഡൊക്കെ പോവും. അപ്പോൾ പിന്നെ ഞാൻ ഇക്കാക്കയോട് പറഞ്ഞിട്ട് ഞങ്ങൾ പോവാമെന്ന് വിചാരിച്ചു. ഫങ്ഷനൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും വേണ്ടിയില്ല, നമ്മളെല്ലാവരും കണ്ടല്ലോ, ഞങ്ങൾ വീട്ടിലേക്ക് പോവാമെന്ന് വിചാരിച്ചു. എല്ലാവരും അവിടെ കണ്ടുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് വന്നപ്പോൾ ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു ആദ്യം. പിന്നെ നമ്മൾ വന്നത് നന്നായെന്ന് വിചാരിച്ചു പോയി. കാരണം വീട്ടിലെത്തിയ പാടെ എല്ലാവർക്കും ചുമയൊക്കെ കൂടി. പിന്നെ റെസ്റ്റ് എടുത്തപ്പോൾ പിന്നെ ഓക്കെ ആയി. പിന്നെ പറയാൻ വിട്ടുപോയി, ഇക്ക ഓഗസ്റ്റ് 16-ന്, അതായത് ഈ ഫംഗ്ഷൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം UAE തന്നെ തിരിച്ചു പോയി. അത് പറയാൻ വിട്ടുപോയതാണ്. പിന്നെ ഇപ്പോഴും എൻ്റെ സൗണ്ടൊന്നും ശരിയായിട്ടില്ല. എത്രയും പെട്ടെന്ന് നല്ല വ്ളോഗുമായിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇക്ക പോകുന്നതിന് മുമ്പ് ഒരുപാട് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒന്നും ഇടാൻ കഴിയുന്നില്ല, എൻ്റെ സൗണ്ട് ശരിയാവാത്തതുകൊണ്ട്. എന്നാലും പെട്ടെന്ന് തന്നെ ഇടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വേറൊരു നല്ല അടിപൊളി വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.